അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിത് ഏറ്റെടുത്താൽ ഈ വഅദ് നിങ്ങളുടെ ജീവിതകാലം മരണം വരെ ഓർക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അല്ലാഹു ആ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിച്ചു തരട്ടെ. വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനമെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് പറഞ്ഞറിയിക്കാനുള്ള വേദിയാണിവിടെ. അത് പറയലെന്റെ ബാധ്യതയാണ്. അനുസരിക്കലും കൊണ്ടു നടക്കലും എന്റെയും നിങ്ങളുടെയും കടമയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരേങ്കാലത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരന് ഇവിടത്തെ ഈ മഹല്ലിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. വണ്ടിയിൽ വരുന്ന സമയത്തും കണ്ടു നമ്മുടെ ജംഗ്ഷനിലൊക്കെ കുറെ ചെറുപ്പക്കാര് കുട്ടികൾ 15, 16, 18, 20 വയസ്സുള്ള ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാർ അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് പിന്നെ മംഗലാപുരത്തെ കോളേജിൽ നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുമ്പോ എങ്ങനെയാ പിന്നെ അവിടെ ചെന്ന് മദ്യക്കച്ചവടം ചെയ്യാ? നിങ്ങൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കോ മുംബൈയിലേക്കോ ബോംബെയിലേക്കോ അങ്ങ് ദുബായിക്കോ ഷാർജക്കോ കുവൈറ്റിലേക്കോ ഖത്തറിലേക്കോ ഇനി അങ്ങോട്ട് സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ പോയാൽ പോലും അല്ലാഹു കൂടെയുണ്ടെന്ന ബോധമുള്ള ചെറുപ്പക്കാരൻ പിന്നെ എങ്ങനെയാ വ്യഭിചരിക്കാൻ പോകുക? എങ്ങനെയാ കള്ളുകുടിക്കുന്ന സംഘത്തിന്റെ കൂടെ നടക്കുക? എങ്ങനെയാണ് അവന്റെ കൂടെയുള്ള ചിന്തകൾ മോശമാകുന്നത്? അല്ലാഹു കൂടെയില്ലേ? മദീനയിലൂടെ നടക്കുമ്പോഴാണ് അന്നൊരു ഉമ്മ തന്റെ മോളോട് പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഓർമ്മല്ലേ? അവസ്ഥാമര് പറഞ്ഞ കഥയല്ലേ അത്? ആ പെൺകുട്ടി ഉമ്മയോട് എന്താ പറഞ്ഞത്? ഉമ്മ, ഉമർ എന്നവർ കാണുന്നില്ല എങ്കിൽ പോലും അല്ലാഹു കാണുന്നുണ്ടല്ലോ, അല്ലാഹു കാണുന്നുവല്ലോ എന്ന ആ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ ഈ പെൺകുട്ടിയെ എന്റെ പുരയിലേക്ക് എന്റെ മോന് ഭാര്യയായിട്ട് വേണമെന്ന് ചിന്തിച്ച് മഹാനായ നാഫി എന്നവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കൊച്ചു കൂരയിലുള്ള പെൺകുട്ടിയെ. എന്തിനെ? അവൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവളാണെന്ന് കണ്ടപ്പോൾ. ഖലീഫല്ലേ, ഒരുപാട് ഔന്നിത്യമുള്ള തറവാടിത്തമുള്ള കുടുംബത്തിന് കല്യാണങ്ങൾ വരില്ലേ? വരും. പക്ഷേ എനിക്ക് അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണാണ് എന്റെ മക്കൾക്ക് ഭാര്യയായിട്ട് വേണ്ടത് എന്ന് ചിന്തിച്ചാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ നോക്ക് വീടിന്റെ വലിപ്പത്തിലുണ്ടെന്നാ എന്നിട്ട് പോയിട്ട് കണക്ക് പറയോടെ കല്യാണം എത്ര വേണം കേട്ടോ. ഇപ്പൊ തുറന്നു പറയണില്ല എന്നാ പോ കേട്ടത്. മറ്റവൾക്ക് കൊടുത്തത് 100, 500 നമ്മളൊന്നും ചോദിക്കണമെന്നില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് 200, 300, 500 പവനൊക്കെയാണ്. പക്ഷെ നമ്മളൊന്നും പറയണില്ല. എന്താ ഇതിന്റെ അർത്ഥം? എന്താ പറയാനുള്ളത്? ഇനി എന്തതിന് പറയാനുള്ളത്? ഇങ്ങനെ സമ്പത്ത് നോക്കി മനുഷ്യരെ കച്ചവടം ചെയ്ത കല്യാണങ്ങളിലൂടെ ജനിക്കുന്ന മക്കളല്ലേ വഴിതെറ്റിപ്പോയത്? കല്യാണം കഴിക്കുമ്പോ ലിയുഹസ്സിന ഫർജി, എന്റെ ശരീരഭാഗം സൂക്ഷിക്കാനും, മർളാത്തിൽ റബ്ബി, എന്റെ റബ്ബിന് പൊരുത്തമുണ്ടാകാനും, വഹിഫ്നൽ ഐനി, അന്യ പെണ്ണുങ്ങളിലേക്ക് എന്റെ കണ്ണിടറിപ്പോകാതെ സൂക്ഷിക്കാനുമാണെന്ന് പറഞ്ഞ് എങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ കുടുംബം സ്വാലിഹീങ്ങളുടെ കുടുംബമായി പോയേനെ. അതല്ലല്ലോ നോക്കിയത്. ഇയ്യാകും വഖദറാ അദ്ദമിൻ, ഇയ്യാകും വഖദറാ അദ്ദമിൻ, ഖദറാ ഉദ്ദമിൻ നിങ്ങൾക്ക് വേണ്ടേ വേണ്ട. അവർ ചോദിച്ചു, നബിയേ ആരാണ് ഖദറാ ഉദ്ദമിൻ? ഖാല അൽ മർഅത്തുൽ ഹസനാഉ ഫിൽ മൻബിതിസ്സൂ. ചെറുപ്പക്കാരോട് പറഞ്ഞതാ നബി തങ്ങൾ. ചെറുപ്പക്കാരോട് പറഞ്ഞതാ. ചെറുപ്പക്കാരികളെ നിങ്ങൾ ഒട്ടും ദേഷ്യപ്പെടരുതേ. ഈ ഹദീസ് ഞാനങ്ങ് പറഞ്ഞോട്ടെ. ഇയ്യാകും വഖദറാ അദ്ദമിൻ, ഖദറാ ഉദ്ദമിനെ നിങ്ങൾ കല്യാണം കഴിക്കല്ലേ. ആരാ നബിയെ ഖദറാ ഉദ്ദമിൻ? കേട്ടുപരിചയമില്ലാത്തൊരു വാക്കാണ് അറബിയിൽ പോലും. ഖദറാ ഉദ്ദമിൻ അൽ മർഅത്തുൽ ഹസനാഉ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിന്റെ വ്യാഖ്യാനം. അൽ മർഅത്തുൽ ഹസനാഉ ഫിൽ മൻബിതിസ്സൂഇ, കാണാൻ ഭംഗിയുള്ള പെണ്ണാണ്, പക്ഷേ വളർന്നു വന്നത് മോശപ്പെട്ട വീട്ടിലാണ്. കള്ളും കഞ്ചാവുമായി നടക്കുന്ന വാപ്പ, പലിശേർപ്പാടിന്റെ ബിസിനസ്സുള്ള വാപ്പ, അച്ചടക്കമില്ലാത്ത കുടുംബങ്ങൾ, ആണുങ്ങൾക്കിടയിലൂടെ കൂടിക്കലർ നടക്കുന്നവർ, റോട്ടിലൂടെ ആടിക്കൊഴഞ്ഞു നടക്കുന്ന മായിലാത്തുൻ മുമീലാത്ത്, ആണുങ്ങളിലേക്ക് ചായുന്നവരും ആണുങ്ങൾ ആകർഷിക്കാനും വേണ്ടി മോശമായ വസ്ത്രവിധാനം ഇട്ട് നടക്കുന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന മുഖത്തിന് ഭംഗിയുള്ള കുട്ടികൾ, മുസ്ലിമേ നിനക്ക് വേണ്ടെന്ന പരിശുദ്ധ റസൂലുള്ളാഹ്. ഏതുവരെ? ഈ കുട്ടികൾ നന്നാകുന്നവരെ. ഫാഷൻ മതി എന്ന് പറഞ്ഞ് കെട്ടിയിട്ടുണ്ടല്ലോ, ആ ഫാഷൻ കൊണ്ട് പിന്നെ അവന് മതിയായി കാണും. നബി തങ്ങൾ പറഞ്ഞു എന്നങ്ങനെ ചെയ്യല്ലേ. പക്ഷേ
1 മാസത്തേക്ക് 2 മാസത്തേക്ക് ഗൾഫിൽ നിന്ന് ജോലിയിൽ നിന്ന് ലീവെടുത്ത് വന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോയി കാത്തിരുന്നത് ഗേൾസ് ഹോസ്റ്റലിന്റെ മുമ്പിൽ, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിൽ, കോളേജിന്റെ മുമ്പിൽ, യൂണിവേഴ്സിറ്റി കവാടങ്ങളുടെ മുമ്പിൽ അവനാകെ ഉന്നം വെച്ച് നോക്കി നിന്നത് കാണാൻ ഭംഗിയുള്ള മുഖഭംഗിയുള്ള കുട്ടി ഏതെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ എന്ന്. കണ്ടപ്പോഴേക്കും ഒരാൾ ബൈക്കിൽ, ഒരാൾ കാറിൽ, ഒരാൾ ബസ്സിൽ, ഇങ്ങനെ മുഖമല്ലാതെ മറ്റൊന്നും നോക്കാതെ നിങ്ങൾ കല്യാണം കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖ് ഞങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് മുഖസൗന്ദര്യം മാത്രം മതി എന്ന് ചിന്തിച്ച് കല്യാണം കഴിച്ച ചെറുപ്പക്കാര, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു കൽപ്പനയെ നമ്മൾ അവിടെ തന്നെ ധിക്കരിച്ചു കഴിഞ്ഞു. നോക്കിയോ, അവൾക്ക് ബോധമുണ്ടോ? അള്ളാഹുവിനെ പറ്റി ബോധമുണ്ടോ? റസൂലുള്ളാഹിനെ പറ്റി ബോധമുണ്ടോ? ചെറുപ്പക്കാരെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ. إذا أتاكم من ترضون دينه وأمانته فزوجوه إلا تكن فتنة في الأرض وفساد كبير. إذا أتاكم من ترضون دينه, ഒരു ചെറുപ്പക്കാരന്റെ ദീൻ, അവന്റെ ദീനിയായ നടപ്പ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, വഅമാനതഹു, അവന്റെ വിശ്വസ്തതയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫസവ്വിജൂഹു, അവനെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ പെൺമക്കളെ ആർക്കാ കഴിച്ചു കൊടുക്കേണ്ടത്? സത്യസന്ധതയും ദീനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ നോക്കിയത് നമ്മുടെ പുതിയാപ്പിളക്ക് എന്താണ് വരുമാനം, അത്രയും നോക്കിയിട്ടുള്ളൂ അല്ലേ? എന്താണ് വരുമാനം? ഗൾഫിൽ എന്താ പണി? ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ ഇല്ലേ? കാണാൻ എങ്ങനെ കോലുണ്ടോ, മസിലൊക്കെ ഉണ്ടോ? ഇങ്ങനെ നോക്കിയിട്ട് മുഖസൗന്ദര്യവും ശരീര സൗന്ദര്യവുമല്ലാതെ മറ്റൊന്നും നോക്കാതെ മക്കളെ കെട്ടിച്ചുപോയി പെട്ടുപോയ വാപ്പമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നിങ്ങൾ അവിടെ ധിക്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൗബ ചെയ്ത് മടങ്ങിയേക്കിൻ. നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടമുണ്ടായില്ല എന്ന് വരും, പക്ഷേ അവര് നരകത്തിലേക്ക് പോകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ? യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. യഅലമു ഖായിനതൽ അയുനി, എന്താണോ കണ്ണുകളുടെ കട്ടുനോട്ടം ഏതോ അത് അല്ലാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചു വെക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ട്. അതിനാണ് അല്ലാഹുവിൽ നിന്ന് നാണം വേണമെന്ന് പറയുന്നത്. അല്ലാഹുവിനെ കണ്ട് നാണിക്കണില്ലേ? എന്റെ റബ്ബ് ഇത് കാണുന്നില്ലെന്ന ബോധമില്ലേ? മഹാനായ ഇമാം മൻസൂർ റഹിമഹുല്ലാ ഈ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം, ഏതെങ്കിലും ഒരു പെണ്ണിങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇവൻ ആളുകൾ പരിസരത്തുണ്ടെങ്കിൽ നോക്കാതെ കണ്ണിങ്ങനെ താഴ്ത്തി നിൽക്കും. പക്ഷേ ചിന്തയിൽ ആ പെണ്ണിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാൽ അവൻ കണ്ണെടുത്ത് നോക്കും. ഈ നോട്ടത്തെയാണ് യഅലമു ഖായിനതൽ അയുനി, നിങ്ങൾ കണ്ണുകൊണ്ട് വഞ്ചിക്കുന്നത് അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, ഒരന്യ പെണ്ണിനെ കാണുമ്പോ അവളിലേക്ക് പ്രാപിക്കാനോ അവളെ പ്രേമിക്കുവാനോ മറ്റേതെങ്കിലും വൈകാരികമായ ചിന്തകളോ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ നിങ്ങൾ താലോലിക്കുന്ന ചിന്തകൾ അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. മുഅ്മിനെ പിന്നെ ജീവിക്കാൻ ജീവിതം അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് ജീവിക്കുകയാണ്. എന്തിന്? നിനക്ക് അള്ളാഹുവിന്റെ ഇബാദത്തിൽ ജീവിക്കാൻ വന്നതാ നീ, അല്ലേ? നിനക്ക് ശാരീരിക ആവശ്യങ്ങളുണ്ട്, അത് നിർവഹിച്ചു തരാൻ നിനക്കൊരു ഇണ വേണം. ആയിക്കോട്ടെ, ഇനി ഇതിനല്ല ജീവിക്കുന്നത്. മൃഗങ്ങൾ അങ്ങനെ ജീവിക്കുക. ഇപ്പൊ പാശ്ചാത്യന്മാർ ജീവിക്കുന്ന അതിനാ, തോന്നിവാസത്തിന് ജീവിക്കുക. വെറും ഇതാ ജീവിതം എന്ന വിചാരം. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അലീം. അല്ലാഹു തആല ഇത്തരം പ്രയാസങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു മനസ്സമാധാനം നൽകുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ വേർപിരിഞ്ഞോ പ്രയാസത്തിലോ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സുകളെ അല്ലാഹു യോജിപ്പിക്കുമാറാകട്ടെ. കാരണം യോജിപ്പിലുള്ള ആൾക്കാരെ പിശാച് പഴപ്പിക്കുള്ളൂ. കള്ളുടിച്ച് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഇവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവന് വേറെ ഗേൾ ഫ്രണ്ടിനുണ്ട്. എന്തോ ഒരു സ്നേഹത്തിലാണ് ആ ജീവിതം. യാ അല്ലാഹ്. നേരെ മറിച്ച് ഇവൻ അള്ളാഹു പറഞ്ഞതല്ലാതെ ഒരു വ്യഭിചാരത്തിലേക്ക് ഇവൻ പോകൂല, ഒരു പെണ്ണിനെ ഇവൻ നോക്കൂല, ഒരു പെണ്ണിനോട് ഇവന് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഇവനില്ല. അങ്ങനത്തെ ഒരു നല്ല ചെറുപ്പക്കാരനാണെന്ന് വിചാരിക്കുക. ഭർത്താവല്ലാതെ മറ്റൊരാളെ കുറിച്ചും ആ പെണ്ണ് ആലോചിക്കൂല. ഭർത്താവിനും തന്റെ കുടുംബത്തിനും വേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത അന്തസ്സുള്ളൊരു ഭാര്യയെന്ന് വിചാരിക്കുക. ഇവരെ വേർപിരിക്കാനാ പിശാചു വരിക, ഇവരെ പഴപ്പിക്കാനാ പിശാച്ചിന് ചെയ്യേണ്ടതുള്ളൂ. മറ്റൊരു ഓൾറെഡി പഴച്ചിട്ടില്ലേ? അതുകൊണ്ട് നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ പിശാച്ചിന്റെ ഈ വലയിൽ നിന്ന് ശരിക്ക് കരുതലോടുകൂടെ ജീവിക്കണം.
ചെറുപ്പക്കാർ പ്രത്യേകം മനസ്സിലാക്കുക. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന്, കല്യാണം കഴിയാത്തവർക്ക്, നിനക്ക് നിക്കാഹ് ചെയ്തിട്ടില്ലാത്ത ഒരു പെണ്ണിനോട് നിനക്ക് വർത്തമാനം പറയാനോ, മുഖത്ത് കണ്ണീർത്ത് നോക്കാനോ, സംസാരിക്കുവാനോ, ചാറ്റ് ചെയ്യാനോ, നിന്റെ ഫേസ്ബുക്ക് ആഡ് ചെയ്യാനോ ഒക്കെ ഹറാമാണ് സഹോദര, ഹറാമാണ്. യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്റെ ബാധ്യത ഞാൻ നിർവഹിക്കുകയാണ്, പാടില്ലാത്തതാണ്. പിന്നെയല്ലേ മറ്റുള്ളവന്റെ ഒരു കല്യാണം കഴിച്ചവന്റെ ഒരു ഭാര്യയെ അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ അയൽക്കാരിയെ എന്തെങ്കിലും പ്രലോഭനങ്ങൾ ചെയ്ത് എന്തെങ്കിലും മോഹിപ്പിച്ച് കൊണ്ടുപോവുക, തട്ടിക്കൊണ്ട്, എന്താ ഇതൊക്കെ? ഇതൊക്കെ സംസ്കാരമുള്ള മുസ്ലിമീങ്ങൾക്ക് പറ്റുന്നതാണ്. അള്ളാഹു പൊറുക്കുമോ? ഇതിനൊക്കെ എവിടെയാണ് ഈ പാപഭാരം കൊണ്ടുപോയി വെക്കുക? ഈ സുഖം ആവേശകരം കഴിഞ്ഞിട്ടും ജീവിക്കണ്ടേ? കുടുംബ ബന്ധങ്ങൾ വേണ്ടേ? നാട്ടുകാരുടെ മുമ്പിൽ ജീവിക്കണ്ടേ? സംസ്കാരം എന്താണെന്ന് ഉയർത്തി കാണിക്കണ്ടേ? നമ്മുടെ അനുജനോട് നാം പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം എന്താണ്? കണ്ടവന്റെ പെണ്ണിനെ ഓടിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ചാടിച്ചു കൊണ്ടുവരിക, മറ്റവന്റെ കൂടെ പോയി കിടക്കുക, ഇവളുടെ കൂടെ പോയി നടക്കുക, ഇതൊക്കെ സ്വന്തം സമൂഹത്തോട് എന്തായവൻ പറഞ്ഞുകൊണ്ട്, ഇവനുള്ളേ ജ്യേഷ്ഠാനുജന്മാർ, ആങ്ങള പെങ്ങളമാർ, ജ്യേഷ്ഠാനുജന്മാർ, കുടുംബക്കാർ, ഇവർക്കൊക്കെ നൽകുന്ന മെസ്സേജ് എന്തൊരു മോശമാണ്. ഇതല്ലേ മറ്റുള്ളവർ കണ്ടുപഠിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഇവനെ പിൻപറ്റിയാൽ അവരൊക്കെ ചെയ്യുന്ന സർവ്വത്തിന്മയുടെയും കുറ്റം ഇവൻ പേറണ്ടേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും ഒരു ആവേശത്തിന് അങ്ങ് ജീവിക്കല്ല. നല്ല ബുദ്ധി ഉപയോഗിക്ക്. നമ്മൾ മൃഗമല്ല, മലക്കുമല്ല. പക്ഷെ രണ്ടിന്റെയും സ്വഭാവം അള്ളാഹു നമുക്ക് തന്ന് ബുദ്ധി തന്നിട്ടുണ്ട് ആലോചിക്കാൻ. അതുകൊണ്ട് എടുത്തു ചാടല്ല. സംഭവിച്ചു പോയ പാകപ്പിഴവുകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഒരു മുസ്ലിം പെൺകുട്ടിയും ഒരു മുസ്ലിമിനെ കൊണ്ട് മറ്റുള്ളവനെ കൊണ്ടോ പിഴപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ ഉമ്മത്തിൽ വരാതെ അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരനും അവന്റെ ഫോൺ വിളി കൊണ്ടോ മിസ് കോൾ കൊണ്ടോ ഒരു പെണ്ണും വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ ഇല്ലാതിരിക്കുമാറാകട്ടെ. ഒരു പെണ്ണും അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ വഴിപഴപ്പിക്കുമാറാകട്ടെ. അന്തസ്സിലായി അഭിമാനത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന കുടുംബ ബന്ധങ്ങൾ അള്ളാഹു ഈ സമൂഹത്തിൽ സ്ഥാപിച്ചു തരുമാറാകട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുല്ലല്ലേ, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.